ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫ്ലോട്ടിംഗ് ബട്ടണിൽ നമ്മൾ ബോട്ടമായിട്ടുള്ള ഒരു ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അതായത് നമ്മളൊരു ഫ്ലോട്ടിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തുള്ള ഒരു ബോട്ടം ഷീറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഐക്കണും അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്റ്റും അതുപോലെ തന്നെ കസ്റ്റമായിട്ടുള്ള ഒരു ആക്ഷൻ ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് കഴിഞ്ഞ വീട്ടിലുള്ള അതേ പ്രോജക്റ്റ് തന്നെ എടുക്കാം. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെറിയൊരു മാറ്റം മാത്രമാണ് വരുത്തുന്നത്. അതായത് നമ്മൾ ലിസ്റ്റ് വ്യൂക്ക് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗ്രിഡ് വ്യൂ ആണ്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പല രീതിയിലുള്ള ബോട്ടം ഷീറ്റ് ഉണ്ട്. അതിലൊന്ന് ഗ്രിഡാണ്, മറ്റേതെന്ന് പറയുന്നത് ലിസ്റ്റാണ്. അത് നമുക്ക് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് അടിക്കാം. ഇവിടെ മാത്രം മാറ്റാൻ പോരാ, നമുക്കിവിടെ കൂടി മാറ്റണം. കാരണം നമ്മുടെ ഒരു ലിസ്റ്റാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മുകളിലുള്ള ഇതും മാറ്റാം, ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റാം. അതിനുശേഷം നമ്മൾ ബാക്കിയൊക്കെ ഫംഗ്ഷനൊക്കെ ഇത് തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം കൂടിയുണ്ട്. അതായത് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഒബ്ജക്റ്റിനകത്ത് നമുക്ക് രണ്ട് വാല്യൂ വേണം. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഐക്കണും മറ്റൊന്ന് പറയുന്നത് ടെക്സ്റ്റുമാണ്. ഇത് രണ്ടാണ് നമ്മൾ ഡൈനാമിക്കായിട്ട് മാറ്റാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഇതാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ നെയിമാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു യൂട്യൂബ് എന്ത് നെയിമാണോ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് കൊടുക്കാം. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഐക്കൺ ആയിരിക്കും. ഓക്കെ, ഈ ഒരു വാല്യൂ വെച്ചാണ് നമ്മൾ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐക്കൺ ഇവിടെ കൊടുക്കാം, യൂട്യൂബ് എന്ന്. അതുപോലെ തന്നെ അടുത്തത് ഇൻസ്റ്റാഗ്രാം കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ 3 വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 3 വാല്യൂ ആണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. നെയിമിൻ്റെ സ്ഥാനത്ത് യൂട്യൂബും ഈ ഒരു സൈഡും, അതുപോലെ തന്നെ ഐക്കണിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇതാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോർ ലൂപ്പിൽ ഇടാൻ പോകുന്നത്. ഈ ഫോർ ലൂപ്പിൽ ഇടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ഡാറ്റ തന്നെ ഇവിടെ വിളിക്കുക. അതായത് ആ ഒരു പേര് ഇവിടെ വിളിക്കുക. നിങ്ങൾ എന്താണ് കൊടുത്തത് അത് വിളിക്കാനും ശേഷം ഇവിടെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ്, അതായത് ഈ ഒരു മെത്തേഡ് വിളിക്കുക. ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് വിളിക്കുമ്പോൾ പ്രത്യേകത ഉണ്ട്. അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഐറ്റംസ് കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം. അതായത് ഞാൻ പറഞ്ഞു, ഇവിടെ 3 ആർഗ്യുമെൻ്റ് ഉണ്ട് നമ്മുടെ ഐറ്റംസിന്. ഒന്നെന്ന് പറയുന്നത് ടെക്സ്റ്റാണ്, മറ്റൊന്ന് പറയുന്നത് അതിൻ്റെ ആക്ഷൻ ബട്ടണാണ്, മൂന്നാമത്തെന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് നമ്മളുടെ ഐക്കണാണ്. അത് നമുക്ക് 3 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ടെക്സ്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഭാഗമാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 0 കൊടുക്കുക. കാരണം 0 എന്ന് പറയുന്നത് ഈ സൈഡാണ്, 1 എന്ന് പറയുന്നത് ഈ സൈഡാണ്. ഓക്കെ, എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഐറ്റംസ്, ഓരോ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അതിൽ 0 കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് മുഴുവനും 0 ആയിട്ട് മാറും. ഈ ഒരു ഫോർ ലൂപ്പ് ആദ്യം വർക്ക് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്നത് ഈ സൈഡാണ്, അതിൽ ആദ്യത്തെ യൂട്യൂബ് വരും. രണ്ടാമത് വർക്ക് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്നത് ഈ സൈഡാണ്, ഇൻസ്റ്റാഗ്രാം വരും. അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഐക്കൺസ് എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഐക്കൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ ഇതിൽ ഐക്കൺ SRC കൂടി കൊടുക്കണം, ഈ ഗ്രിഡിലായതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ആൻഡ്രോയിഡ്ക്ക് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ഒരു 1 ഇടുക. കാരണം ഈ ഒരു 0ക്ക് ശേഷം 1 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺസൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ലാംഡ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാംഡയും ഉറക്കിപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ =1 എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ പേരാണ് വേണമെങ്കിൽ, അതായത് നമ്മളുടെ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ, നമ്മൾ എന്താണ് ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ പേരാണ്, അതായത് പേരാണ് നമുക്ക് അതിൻ്റെ ടൈറ്റിലാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് I:0 കൊടുക്കുക. കാരണം 0 എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. ഐക്കൺസ് അല്ല വേണ്ടത്, നമുക്ക് ടൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ആ ടൈറ്റിൽ കൊടുക്കാം. അതാണ് വൈയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വൈന് നമ്മൾ കോൾ ബാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക്. ഈ ഒരു ഫംഗ്ഷനിൽ നമ്മൾ വൈ പാസ് ചെയ്യുന്നു. ആ ഒരു വൈ നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. സേവ് ചെയ്തു
ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തുള്ളൊരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ 3 ബട്ടണും വന്നിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത ആ 3 ഫംഗ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഏതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കവിടെ മാറുന്നതാണ്. യൂട്യൂബായിട്ട് മാറിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അവിടെ വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഗ്രിഡ് ബോട്ടം ഷീറ്റ് ഉപയോഗിക്കുന്നത്. 2 രീതിയിലുള്ള ലിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഗ്രിഡും ഒന്ന് ലിസ്റ്റുമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.